എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പേജ് നമ്പർ 35 ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് കാണാം ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ചോദ്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സമപാർശ്വ ത്രികോണം, ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലോ. ഒന്ന് റിവൈൻഡ് ചെയ്ത് എന്തായിരുന്നു, ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിൽ രണ്ടെണ്ണം മാത്രമേ ഈക്വൽ ആവാവൂ കേട്ടോ. ഇപ്പം ഇത് 5 ഇത് 5 ഇതൊരു 6 വിചാരിക്കുക. അപ്പോൾ 5 5 വന്നതുകൊണ്ട് രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഇതൊരു സമപാർശ്വ ത്രികോണമാണ്, അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ അല്ല, ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞു ഐസോസെലസ് ട്രയാങ്കിളിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നും പറഞ്ഞു. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആ രണ്ട് കാര്യം പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രി ആണ്. മറ്റ് രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? അതായത് ഇപ്പം ഇങ്ങനെ ഒരു ത്രികോണമാണെന്ന് വിചാരിക്കുക. ഇതിൽ ഒരു കോൺ 120 എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് മറ്റ് രണ്ട് കോണുകൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ത്രികോണത മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഏത് ട്രയാങ്കിൾ എടുത്താലും അതിൻ്റെ 3 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ എത്രയാണ് വരിക, 180 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ഇവിടെ 120 എന്ന് പറയുന്നത് വലിയ ആംഗിളാണ് അല്ലേ. അപ്പോൾ 120 ഡിഗ്രി ഇവിടെ ഉണ്ട്. ബാക്കി രണ്ട് ആംഗിൾസ് കാണാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം, 180 കിട്ടണം. അപ്പോൾ ഇത് 120 ആയാൽ പിന്നെ ഇതും കൂടി എത്രയാണ് വരിക, 180യിൽ നിന്ന് 120 കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ എത്ര വരും, 60 വരും. ശരിയല്ലേ. ഇത് രണ്ടും കൂടെ 60 വരും. അപ്പോൾ ഓരോന്ന് എത്ര വരും, പകുതി ആവും അല്ലേ. 60ൻ്റെ പകുതി 30 ഉണ്ടാവും. കാരണം എന്താ, ഈ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം മൊത്തം 60 ആണെങ്കിൽ 30 വീതം ഉണ്ടാവും. ശരിയാണല്ലോ. അപ്പം നമുക്കതൊന്ന് എഴുതി കൊടുക്കാം. എങ്ങനെ എഴുതാം, സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ അല്ലേ. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ തന്നെ എഴുതാം കേട്ടോ. ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക മലയാളത്തിൽ എങ്ങനെ എഴുതാം, ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയാ വരിക, 180 ഡിഗ്രി എന്ന് വരും. ശരിയല്ലേ. 3 കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി വരും. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്, 1 ആംഗിൾ ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഒരു കോൺ അല്ലേ. 1 ആംഗിൾ എന്ന് പറഞ്ഞാൽ മലയാളംകാരൻ എന്താ എഴുതണം, ഒരു കോൺ 120 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ. ഇനി നമ്മളോട് ചോദിച്ചത് ബാക്കി രണ്ട് കോണുകൾ എത്രയാണെന്നല്ലേ. നമുക്കറിയാം ഇത് 120 ആണെങ്കിൽ ഇതും കൂടി കൂട്ടിയാൽ എത്ര വരും, 180 മൈനസ് 120. ശരിയല്ലേ. അപ്പം സം ഓഫ് അതർ ടു ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഏതാ, ഇത് രണ്ടിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് വരിക എന്നാണ് പറയുന്നത് കേട്ടോ. സം ഓഫ് അതർ ടു ആംഗിൾ, അല്ലെങ്കിൽ മലയാളത്തിൽ എന്ത് പറയാം, മറ്റ് രണ്ട് കോണുകളുടെ തുക. എന്ത് ചെയ്താൽ മതി, ടോട്ടൽ 180 ആണ് അല്ലേ. 180യിൽ നിന്ന് 120 സബ്ട്രാക്ട് ചെയ്താൽ പോരെ. 180യിൽ നിന്ന് 120 പോയാൽ എത്ര വരും, 60 വരും. ശരിയല്ലേ. ഇനി നമുക്കറിയാം ഈ എന്താണ്, ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇതും ഈക്വൽ അല്ലേ. ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആവും അല്ലേ. ഇത് ഈക്വൽ ആയതുകൊണ്ട് ഓരോന്നും എത്ര വരും, 60ൻ്റെ പകുതി വീതം വരും അല്ലേ. ഓരോന്നും 30 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഈ രണ്ട് കോണുകളും തുല്യമായതിനാൽ, അതായത് നമുക്ക് എന്ത് പറയാം, തുല്യമായതിനാൽ ഒരു കോൺ സമം അല്ലേ. രണ്ടും തുല്യമായതുകൊണ്ട് 60നെ പകുതി ആക്കിയാൽ മതി അല്ലേ. 60ൻ്റെ പകുതി എത്ര വരും, 30 ഡിഗ്രി എന്ന് വരും. ശരിയല്ലേ. ഇംഗ്ലീഷിൽ നമുക്ക് എന്തെഴുതാം, ദീസ് ടു ആംഗിൾസ് ആർ ഈക്വൽ. ഈ സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് അല്ലേ. ദീസ് ടു ആംഗിൾസ് രണ്ട് കോണുകളും തുല്യമാണ്.
therefore 3 കുത്തിട്ടുണ്ട് therefore ആയതുകൊണ്ട് നിങ്ങൾ വേണേ വേർഡ്സിൽ തന്നെ എഴുതാം കേട്ടോ. 1 ആംഗിൾ ഈക്വൽ ടു ഒരു കോണ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി 60 അല്ലേ? 60ൻ്റെ പകുതി വരും 30 എന്ന് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് കിട്ടിയല്ലോ. ഒരു ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം കണ്ടുപിടിച്ചു അല്ലേ? നമ്മൾ എന്തെന്ന് സബ്ട്രാക്ട് ചെയ്തു? 180 സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതും എത്ര വരും? 30 വരും. ഇതും 30 വരും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് മൂന്നും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. നമുക്ക് ടോട്ടൽ എത്ര തന്നെ കിട്ടും? 180 ഡിഗ്രിന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ സിമ്പിളായിട്ട് ഇതാ ഒരു ചോദ്യം. ചിത്രത്തിലൊരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കളും യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ പിക്ചറിൽ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററാണ് ഇത്. ഈ സെൻറ്ററും പിന്നെ എന്തും കൂടിയാ എങ്ങനെയാ ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ എങ്ങനെയാണ് വരച്ചത്? ബൈ ജോയിനിങ്. എന്ത് യോജിപ്പിച്ചിട്ട്? സെൻറ്റർ ഓഫ് എ സർക്കിൾ, ഈ സർക്കിളിൻ്റെ കേന്ദ്രവും ഈ സെൻറ്റർ ഭാഗവും ആൻഡ് 2 പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ, സർക്കിളിലുള്ള സെൻറ്ററും ഏതോ 2 പോയിൻറ്റ്സും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ കിട്ടി. അതാണ് നമ്മളിവിടെ കാണുന്ന ട്രയാങ്കിൾ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പോൾ മിസ് എന്ത് ചെയ്യുന്നു? ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുക്കാം. സെൻറ്റർ ആയതുകൊണ്ട് നമ്മൾ ഓ എന്നാ സാധാരണ കൊടുക്കല്ലേ അല്ലേ? ഇതിന് വെറുതെ ഒരു PQ എന്ന് കൊടുക്കുന്നു. അതായത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിന് ഒരു പേരൊന്നും തന്നിട്ടില്ല, നമ്മൾ ഓ എന്ന് എഴുതുന്നു. എന്നിട്ട് ചോദിച്ചത് എന്താ അറിയോ? അവർ ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 60 ആണ്. എന്നിട്ട് ചോദിച്ചത് കാൽക്കുലേറ്റ് അതർ 2 ആംഗിൾസ്, അതായത് ത്രികോണത്തിലെ മറ്റ് 2 കോണുകൾ കണക്കാക്കുക. ഈ 2 കോണുകൾ എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് എന്തെഴുതാം? നിങ്ങൾ നോക്ക്, ഈ ത്രികോണത്തിന് എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? നമുക്കിവിടെ ഏതെങ്കിലും ഈക്വൽ ആണെന്ന് പറയാനുണ്ടോ? ആദ്യം നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് എഴുതാം കേട്ടോ. നമ്മൾ എഴുതിയത് കൊണ്ട് ഓ ഈസ് ദ സെൻറ്റർ എന്തിൻ്റെ? ഓഫ് ദ സർക്കിൾ. ശരിയല്ലേ? ഓ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അതായത് ഓ എന്നത് വൃത്തകേന്ദ്രമാണ്. സെൻറ്റർ എന്ന് പറയുന്നത് എന്താ? വൃത്തകേന്ദ്രം. ഇനി നമുക്കറിയാം, ഒരു വൃത്തത്തിൽ നോക്ക്, സെൻറ്ററിൽ നിന്ന് സർക്കിൾ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുക? റേഡിയസ് എന്ന്. ശരിയല്ലേ? അപ്പോൾ ഇതൊരു റേഡിയസ് അല്ലേ? ഇത് സർക്കിളിൻ്റെ സെൻറ്റർ, ഇത് സർക്കിളിൽ ഒരു പോയിന്റ്. അപ്പോൾ ഈ ലൈന് റേഡിയസ് അല്ലേ? അതേപോലെ ഈ ഓ എന്ന് പറയുന്ന സെൻറ്റർ, ക്യൂ എന്ന് പറയുന്നത് സർക്കിളിൽ ഒരു പോയിന്റാണ്. അപ്പോൾ ഓയിൽ നിന്നില്ലേ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതും എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ഇത് രണ്ടും റേഡിയസുകളാണ്. ശരിയല്ലേ? ഏതൊക്കെ? നമ്മുടെ OPയും OQവും 2 റേഡിയസുകളാണ്. അങ്ങനെ എഴുതിക്കൂടെ? നമുക്ക് എന്തെഴുതാം? OP ഈക്വൽ ടു OQ. അതെന്താ ഈക്വൽ ആയത്? എടാ, ഒരു സർക്കിൾ, ഒരു വൃത്തത്തിൽ 2 ആരങ്ങൾ ഉണ്ടാവുമോ? ഒരാരല്ലേ ഉണ്ടാവുള്ളൂ. ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ എല്ലാ ആരത്തിൻ്റെ നീളം സെയിം ആയിരിക്കും അല്ലേ? കേന്ദ്രത്തിൽ നിന്ന് 3 ആണെങ്കിൽ ഇത് മൊത്തം 3 എന്നുണ്ടാവുക. കാരണം റേഡിയസ്, ഒരു സർക്കിളിന് ഒരു റേഡിയസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ OPൻ്റെ നീളവും OQൻ്റെ നീളവും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിൽ 2 സൈഡ് ഈക്വൽ ആയിട്ട് വന്ന് ഇതും ഈക്വലാന്ന് കിട്ടി. കാരണം എന്താ? ഇതും റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. ഇത് 60 ഡിഗ്രി ഉണ്ട്. നമ്മളോട് പറഞ്ഞത് ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യാനല്ലേ? നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇത് രണ്ടും ഈക്വൽ ആണ്. നമുക്കറിയാം, ഒരു ട്രയാങ്കിളിൽ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിളിന് എന്തെന്ന് വിളിക്കാം? ഐസോസെലസ് ട്രയാങ്കിൾ. അതായത് എന്ത്? സമപാർശ്വ ത്രികോണം എന്ന് വിളിക്കാം അല്ലേ? 2 സൈഡ് ഈക്വൽ ആയതുകൊണ്ട്, 2 റേഡിയസുകളല്ലേ? നമുക്കറിയാം, ഒരു സമപാർശ്വ ത്രികോണത്തിൽ ഈക്വൽ സൈഡിൻ്റെ അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും അതേപോലെ ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾസും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഇവിടെ കാണുന്ന ഏത് പറയാം നമുക്ക്? ഈ P എന്ന് പറയുന്ന ആംഗിളും ഈ പച്ച കളറിൽ മിസ് മാർക്ക് ചെയ്ത Q എന്ന് പറയുന്ന ആംഗിളും സെയിം ആയിരിക്കും. കാരണം ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസാ. ശരിയല്ലേ? അപ്പോൾ നമുക്കിവിടെ 2 ട്രയാങ്കിൾ ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അപ്പം തന്നെ എന്ത് പറയാം? രണ്ട് സൈഡ്സിൽ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് ഈക്വൽ ആകുമ്പോൾ അതൊരു ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം അല്ലേ? ദെർഫോർ ട്രയാങ്കിൾ, ഏതാ ട്രയാങ്കിളിൻ്റെ പേര്? OPQ എന്ന് പറയല്ലേ? ഈസ് എൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞൂടെ? എന്തുകൊണ്ടാ? 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിളിനൊക്കെ നമുക്ക് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വിളിക്കാം അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾ, അതായത് ത്രികോണം OPQ എന്താണ്? ഒരു സമപാർശ്വ ത്രികോണമാണ്.
ആണല്ലോ. സമപാർശ്വ ത്രികോണമായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇവിടെ ഏതൊക്കെയാണ് ഈക്വൽ സൈഡ്സ് പറഞ്ഞേ? ഒ പിയും ഒ ക്യൂവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാ? ആംഗിൾ പിയും ആംഗിൾ ക്യൂ അല്ലേ? നമുക്ക് എന്ത് പറയാം? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ബ്രാക്കറ്റിൽ കാരണം എഴുതുക. സൈഡ്സ് ആംഗിൾസ്, എന്തിൻ്റെ ആംഗിൾസ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലേ? ആംഗിൾ എവിടെ ഉള്ള? ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്. ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ എന്തെഴുതാം? തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും എന്താണ്? തുല്യമാണ്. എതിരെയുള്ള കോണുകൾ തുല്യം. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ആ കാരണം കൂടി ബ്രാക്കറ്റിൽ എഴുതാം. അപ്പോൾ ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആയതുകൊണ്ട് നിങ്ങൾ പറ, 3 കൂടി കൂട്ടിയാൽ എത്ര വരും? ഒന്ന് ഇവിടെ എത്രയാന്ന് തന്നിട്ടുണ്ട്? 60 ഡിഗ്രിയെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ 3 കൂടി കൂട്ടിയാൽ എത്രയാണ് വേണ്ടത്? 180 അല്ലേ? നമുക്കറിയാം ആംഗിൾ ഒയും ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാ. ഏതൊക്കെയാ ഒ പി ക്യൂ എന്ന് പറയുന്ന ആംഗിൾ? ഇത് ഒ, ഇത് പി, ഇത് ക്യൂ അല്ലേ? ഇത് 3 കൂടി ഏത് ട്രയാങ്കിൾ ആയാലും 3 കൂടി കൂട്ടിയാൽ 180. അപ്പം മിസ് പേര് കൊടുത്തു, ഒയും പിയും ക്യൂ 180. ഇതിൽ ഒ 60 തന്നിട്ടുണ്ടല്ലോ. ശരിയല്ലേ? ആംഗിൾ പിയും ആംഗിൾ ക്യൂവും നമുക്കറിയില്ല അല്ലേ? അപ്പം നിങ്ങൾ നോക്ക്, ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 180. ഈ +60 അങ്ങോട്ട് പോയാൽ എന്ത് 60 -60 എന്നാവും. ശരിയല്ലേ? -60. 180 നിന്ന് 60 പോയാൽ 120 ഡിഗ്രിന്ന് കിട്ടും. ഓക്കെ. അപ്പം നമുക്ക് കിട്ടിയത് ഇപ്പം എന്താ? ഞാൻ എഴുതിയത് ഇതും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി എന്നാണ് എഴുതിയത്. ഇതിൽ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ബാക്കി പിയും ക്യൂവും കൂടെ കൂട്ടിയാൽ എത്രയാണ് വരിക? 180 നിന്ന് ഈ 60 കുറച്ചാൽ പോരെ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 120. അതായത് ഈ പിയും ക്യൂവും കൂടെ കൂട്ടിയാലാണ് 120. അപ്പോൾ ഓരോന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 120നെ പകുതിയാക്കിയാൽ പോരെ? കാരണം ഇത് രണ്ടും തുല്യമാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Therefore ഓരോ ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ഈക്വൽ അല്ലേ? അതായത് ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇതിൻ്റെ ഉത്തരം എന്താ വരിക? 120. ഓരോന്നും 120ൻ്റെ പകുതിയാണ് വരിക. 120ൻ്റെ പകുതി എത്രയാ? 60 ഡിഗ്രിന്ന് കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ ഓരോന്നും നമുക്ക് എത്ര ഡിഗ്രി കിട്ടി? ഇതും 60, ഇതും 60, ഇതും 60 അല്ലേ? സിമ്പിളായിട്ട് കിട്ടില്ലേ? നമുക്ക് തന്നത് 60, ബാക്കി 120 കൂടെ വേണം 180ലേക്ക്. അപ്പോൾ ഓരോന്നും 60 ആയാലല്ലേ 120 കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതുക, 3 ആംഗിൾസിൻ്റെയും കൂടെ സമ്മ് 180 ഒന്ന് 60 അറിയാം. ബാക്കി 2 കൂട്ടിയാൽ എത്ര കിട്ടും? 180 - 60. അപ്പോൾ ഈ 2 ഈക്വലാണ് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചു. കാരണം എന്താ? ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഈക്വൽ ആയിട്ടുള്ള ഇതിൻ്റെ ഈ ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഈ പിയും ക്യൂവും സെയിം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം രണ്ടും കൂടി കൂട്ടിയാൽ 120 ആണ്. അപ്പോൾ ഓരോന്ന് എത്ര വരും? 120ൻ്റെ പകുതി വരും. ശരിയല്ലേ? ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. 3ാമത്തെ ചോദ്യം കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള? ദ പിക്ചർ ഷോസ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 points ഓൺ എ സർക്കിൾ. അതായത് സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് സർക്കിളിലെ 3 പോയിൻറ്റ്സ് ജോയിൻ ചെയ്തുകൊണ്ട് വരച്ച ട്രയാങ്കിളാണ്. ശരിയല്ലേ? 2 of the angles formed by joining these points to the center of the circle are also given. അതായത് ഈ പോയിൻറ്റ്സിൽ നിന്ന് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന 2 ആംഗിൾസും തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളോട്? ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ബാക്കി കൂടെ ഉണ്ടല്ലേ? അത് മിസ് ആഡ് ചെയ്തിട്ടില്ലല്ലോ. അതെന്തായിരുന്നു ചോദ്യം? ഒരു മിനിറ്റ്, നമ്മുടെ മെയിൻ ചോദ്യം ഇവിടെയാണ് കിടക്കുന്നത്. എന്താണ്? ഇവിടെ നോക്ക്. നമ്മൾ ഈ 2 ചിത്രമില്ല, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട്. ഇതിൽ ഈ ടെക്സ്റ്റിൻ്റെ അടിയിലുള്ള ഈ ചോദ്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? നോക്കാം. ഇപ്പം നീ നമ്മൾ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. വായിച്ചാൽ നമുക്കത് മനസ്സിലാവുമല്ലോ. അതായത് ഈ ചിത്രം വരച്ചു, അതിനോട് നമ്മൾ പറഞ്ഞു ഒരു വൃത്തമുണ്ട്, വൃത്തത്തിലെ 3 കുത്തുകൾ യോജിപ്പിച്ചിട്ടൊരു
ത്രികോണം കിട്ടി. ഇനി നമ്മളോട് 2 കോണ് തന്നിട്ടുണ്ടെന്നും പറഞ്ഞു. എന്താ ചോദ്യം? വൃത്തത്തിലെ 3ാമത്തെ കോൺ കണക്കാക്കുക. അതായത് ഈ സർക്കിളിലെ 3rd ആംഗിൾ കണക്കാക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരു വൃത്തത്തിലെ മൊത്തം കോൺ എത്രയാ? ഒരു റൗണ്ട് അടിച്ചു വരാൻ നമുക്ക് എത്ര ഡിഗ്രി ആവും? നമ്മൾ തമാശയിലൊക്കെ പറയാറുണ്ട് അല്ലേ, 360 ഡിഗ്രിയിലാ കണ്ണെന്നൊക്കെ. അതായത് നമ്മൾ ചുറ്റും നമ്മുടെ കണ്ണുണ്ടാവുന്നല്ലേ, അതായത് 360 ഡിഗ്രിയിൽ കറങ്ങിയെന്നോ അങ്ങനെ പലതും നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ പറയുന്നതാ. അപ്പം ഒരു റൗണ്ട് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എത്രയാണെന്ന് മനസ്സിലാക്കുക, 360 ഡിഗ്രി. അതായത് ഒരു റൗണ്ടിൽ ഫുള്ളായിട്ട് വരുന്ന ആംഗിൾ 360 ഡിഗ്രിയാണ്. അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഒരു 3rd ആംഗിൾ, ഒരു കുഞ്ഞ് ആംഗിളോട് ചോദ്യത്തിൽ കാണാനുണ്ട്. അതാണ് 3ാമത്തെ ചോദ്യം. അപ്പം ഇവിടെ 110 ഉണ്ട് 120 ഉണ്ട്. അപ്പോൾ ബാക്കി 3rd ആംഗിൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. അതായത് 3ാമത്തെ കോൺ അല്ലേ, 3ാമത്തെ കോണാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3ാമത്തെ കോൺ അല്ലെങ്കിൽ 3rd ആംഗിൾ ഈക്വൽ ടു ടോട്ടൽ 360 അല്ലേ. 360ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ബാക്കി 2 ആംഗിൾസ് കുറച്ചാൽ മതി. ഏതൊക്കെയാണുള്ളത്? 110 ഉണ്ട് 120 ഉണ്ട്, ശരിയല്ലേ? 360ൽ നിന്ന് ബാക്കി 2 കോണുകൾ കൂട്ടിയിട്ട് കുറയ്ക്കുന്നു. എത്ര വരും? 230 എന്ന് വരും അല്ലേ. 360ൽ നിന്ന് 230 കുറച്ച് എത്ര കിട്ടും? 130 ഡിഗ്രിന്ന് കിട്ടും. അപ്പം നിങ്ങൾ നോക്ക്, ഈ 3rd ഡിഗ്രി നമുക്ക് കിട്ടി. എത്ര ഡിഗ്രിയാ? 130 എന്ന് വരും. ഒന്നുമില്ല, ഒരു വൃത്തം, ഒരു സർക്കിളിൻ്റെ കംപ്ലീറ്റ് ആംഗിൾ 360 ആണ്. അതിൽ നമുക്ക് 2 എണ്ണം തന്നു. ബാക്കി 360ലേക്ക് എത്ര വേണം നോക്കിയാൽ പോരെ? 360 ആവാൻ എത്രയും കൂടെ വേണം? 130 കൂടി വേണം. അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് 360ൽ നിന്ന് ബാക്കി 2 ആംഗിൾസ് കുറച്ച് കളഞ്ഞു അല്ലേ. അപ്പോൾ 360 മൈനസ് 230 130 എന്ന് വരും നമ്മളെ 3rd ആംഗിൾ. ക്ലിയർ ആണല്ലോ? ഇനി എന്താ ബാക്കി ചോദിച്ചിരിക്കുന്നത്? വൃത്തത്തിലെ വലിയ പച്ച ത്രികോണത്തിലെ, പച്ച കളറിലൊരു ത്രികോണല്ലേ, എല്ലാ കോണുകളും കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിസ് ഇതിനൊരു പേര് കൊടുക്കുക കേട്ടോ. ഈ ത്രികോണത്തിന് ABC, രണ്ടും ഒരേ ചിത്രമാണ്, ഇംഗ്ലീഷും മലയാളമൊക്കെ. ABC എന്ന് പേര് കൊടുത്തു. ഈ സെൻറ്ററിന് എന്തും പേര് കൊടുത്തു. എപ്പോഴും സെൻറ്റർ O അല്ലേ, അപ്പോൾ സെൻറ്റർ Oയും കിടക്കട്ടെ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൽ നമുക്ക് ഓരോരോ ആംഗിൾസ് കണ്ടുപിടിക്കണം. നമ്മൾ മിസ് ട്രയാങ്കിൾ ഏതെടുക്കുന്നു? 2ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് എടുക്കുന്നത്. ഒരു ത്രികോണം സെലക്ട് ചെയ്യാണ്. ത്രികോണം AOB. ഏതാണ് AOB എന്ന് പറയുന്നത്? ഏതാ? AOB. ഇതല്ലേ ത്രികോണം? ഈ 3 എണ്ണത്തിലെ പച്ച ത്രികോണത്തിലെ എല്ലാ കോണും കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പച്ച ത്രികോണത്തിലെ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് ഇങ്ങനെ ഉണ്ടാവും. ഒരു സർക്കിളുണ്ട്. ആ സർക്കിള് പച്ച തന്നെ ആയിക്കോട്ടെ, പച്ച തന്നെ വരയ്ക്കാം. ഇതാണ് നമ്മളെ ആംഗിൾ എന്ന് വിചാരിക്കുക, അതായത് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ട്രയാങ്കിളിലെയും 3 ആംഗിളാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. ഈ 3 ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്ക്, ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ് അല്ലേ. ഈ Aയും Bയും Cയും കാണണമെങ്കിൽ A എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ 2 ആംഗിൾസ് ഇല്ലേ. A എന്ന് പറയുമ്പോൾ ഈ 2 ചെറുതുകൾ ചേർന്നതല്ലേ മൊത്തം A. ഈ മൊത്തം Aയും മൊത്തം Bയും മുഴുവൻ Cയും ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള ഓപ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 എണ്ണം സെപ്പറേറ്റ് കണ്ടിട്ട് ഇത് തമ്മിൽ കൂട്ടിയാൽ പോരെ. എന്താ പറഞ്ഞത്? ഇവിടെ നോക്കുക, ഇവിടെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ 2 ചെറിയ ആംഗിൾസ് കണ്ടിട്ട് എന്തായത് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം കിട്ടൂലേ. അതേപോലെ എല്ലാത്തിൻ്റെയും. അപ്പോൾ ഈ ചെറിയ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഈ ചെറിയ ട്രയാങ്കിൾ സെലക്ട് ചെയ്തു. അതവിടെ തന്നെ നോട്ടെ. ഏത് ട്രയാങ്കിൾ സെലക്ട് ചെയ്യുന്നു? AOB എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. ഇതിൽ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? ഈ O എന്ന് പറയുന്നില്ലേ, ഇവിടുത്തെ ആംഗിൾ 130 ഡിഗ്രി കിട്ടിയേ. എടാ, ഇതിലേതെങ്കിലും സൈഡ്സ് ഈക്വൽ ആണോ? ഈ AOയും OBയും ഈക്വൽ ആയിരിക്കൂലേ. കാരണം എന്താ? A എന്ന് പറയുന്നത് വൃത്തത്തിലൊരു പോയിന്റ്. വൃത്തത്തിൻ്റെ പോയിന്റിൽ നിന്ന് കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന് നമ്മൾ എന്താ വിളിക്കുക? റേഡിയസ് എന്ന് വിളിക്കും, ശരിയല്ലേ. അപ്പോൾ ഈ നീളം ഒരു റേഡിയസ് അല്ലേ. അതേപോലെ തന്നെ Bയിൽ നിന്ന് Oയിലേക്കുള്ള ദൂരം റേഡിയസ് അല്ലേ. അപ്പോൾ അതിനെ എന്ത് തന്നെ വിളിക്കാം? റേഡിയസ്. ഇത് 3 റേഡിയസുകളല്ലേ, നമുക്ക് ആരങ്ങളല്ലേ. റേഡിയസ് എന്ന് പറഞ്ഞാൽ ആരമാണ് കേട്ടോ. ഈ Aയിൽ നിന്ന് Oയിലേക്കുള്ള ദൂരമാണ് 6, Bയിൽ നിന്ന് Oയിലേക്കുള്ള ദൂരമാണ് 6. ഇതൊക്കെ വൃത്തത്തിലെ ഒരു പോയിന്റിൽ നിന്ന് കേന്ദ്രത്തെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസിനൊക്കെ റേഡിയസ് എന്നാണ് വിളിക്കുക. അപ്പം ഇതെല്ലാത്തിൻ്റെയും നീളം തുല്യമല്ലേ. അപ്പം നമ്മൾ 1ാമത്തെ ത്രികോണം സെലക്ട് ചെയ്യുന്നു, AOB. ഈ AOB എന്നുള്ള ത്രികോണത്തിൽ AOയുടെ നീളവും BOയുടെ നീളവും തുല്യമല്ലേ. കാരണം ഇത് രണ്ടും ആരങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം?
AO ഈക്വൽ ടു BO. റേഡിയൈ ആണ്. റേഡിയൈ എന്ന് പറഞ്ഞാൽ റേഡിയസുകൾ, ആരങ്ങളാണ് കേട്ടോ. ഓക്കെ, അത് രണ്ടും ഈക്വൽ ആണ്. എടാ, ഒരു ത്രികോണത്തിൽ രണ്ട് സൈഡ് ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ത്രികോണത്തിന് നമുക്ക് എന്ത് വിളിക്കാം? ഐസോസെലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് വിളിച്ചൂലേ. അതായത് ത്രികോണം AOB എന്താണ്? ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. സിമ്പിളായിട്ട് പറഞ്ഞൂടെ? ട്രയാങ്കിൾ മിസ് സിമ്പിൾ ഇടാണല്ലേ. സമപാർശ്വ ത്രികോണമാണ്. ഏത്? നമ്മളെ ഈ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഈ ത്രികോണം സമപാർശ്വ ത്രികോണ. സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് ഇവിടുത്തെ ആംഗിൾ 130 കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ഇത് രണ്ടും അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഈ കുഞ്ഞി ആംഗിളും ഇത് രണ്ടും സെയിം അല്ലേ? കാരണം ഒരു ഐസോസെലസ് ട്രയാങ്കിളിൽ AOയും BOയും ഈക്വലാണ്. അപ്പം AOൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇവിടെ ഉള്ളത് അല്ലേ. അതേപോലെ BOൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ രണ്ടും സെയിം ആയിരിക്കും. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 180. അതറിയാലോ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 130 ഡിഗ്രിയിലാണ്. അപ്പോൾ ബാക്കി 180 ആവാൻ എത്രയും കൂടെ വേണം? 50 ഡിഗ്രി കൂടെ വേണം. ശരിയല്ലേ? 50 വേണമെന്നുണ്ടെങ്കിൽ ഈ ചെറുത് എത്ര വീതം വരും പറയാൻ പറ്റുമോ? 25 വീതം വരും. സിമ്പിളായിട്ട് പറഞ്ഞില്ലേ. ഒരു ത്രികോണം എടുക്കുന്നു. ഈ ത്രികോണത്തിൽ 2 ആരങ്ങളാണ്. ആരങ്ങളുടെ നീളം സെയിം ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ തുല്യമായതുകൊണ്ട് ടോട്ടൽ 180 ആണ്. ഇപ്പം 130 ഉണ്ട്. അപ്പോൾ 180 ആവാൻ വേണ്ടിയിട്ട് ഒരു 50 ഡിഗ്രീൻ്റെ കുറവുണ്ട്. ഇത് രണ്ടും ഈക്വലും ആണ്. അപ്പോൾ 50നെ പകുതി ആക്കിയ 25 വീതം ഓരോ ആംഗിളും വരൂലേ. ശരിയല്ലേ? അതൊന്ന് നമുക്ക് എഴുതാം കേട്ടോ. അതായത് ആംഗിൾ നോക്കുക, 3 കൂടി കൂട്ടിക്കഴിഞ്ഞാലേ അപ്പം ഈ OAB, ഈ ആംഗിളിൻ്റെ പേരെന്താ? OAB, OAC. അപ്പോൾ ഇതെല്ലാം കൂടി മിസ് എന്തെഴുതുന്നു? പേരെഴുതുന്നു കേട്ടോ. കോൺ OAB പ്ലസ് ഏത്? കോൺ OBA. ശരിയല്ലേ? അതായത് നോക്കുക, OAB എന്ന് പറഞ്ഞാൽ ഓയിൽ നിന്ന് എയിലേക്ക് പോയി ബിയിലേക്ക് പോയി അല്ലേ. അതായത് ഇവിടെയാണ് ഈ കോൺ ഉണ്ടാവുക. അതിൻ്റെ പേരാണ് OAB. അതേമാതിരി ഓയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി എയിലേക്ക് പോയി. ഇതാണ് OBA. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ് ഉണ്ടാവുക? 180 നിന്ന് 130 അങ്ങ് കുറച്ചാൽ മതി അല്ലേ. അതായത് എത്ര വരും? 50 ഡിഗ്രി വരും. ഇത് രണ്ടും കൂടി 50 ഡിഗ്രി എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോന്ന് എത്രയാണ് വരിക? therefore ഈച്ച് ആംഗിൾ ഓരോന്നും അല്ലേ. അതായത് നമുക്ക് പേര് തന്നെ എഴുതാം. ഓരോന്നും എത്ര വരും? OBA ഈക്വൽ ടു 50നെ പകുതിയാക്കി കൊടുക്കണം അല്ലേ. എന്നാലല്ലേ ശരിയാവുള്ളൂ. ഓരോന്നും 25 ഡിഗ്രി വീതം വരും. കിട്ടിയല്ലോ. ഇനി നമുക്ക് അപ്പോൾ ഇത് 25 കിട്ടി കേട്ടോ. ഇവിടെ 25. ഇനി നമുക്ക് എന്ത് കാണാം? ഇതേപോലെ ഈ ട്രയാങ്കിൾ സെലക്ട് ചെയ്തൂടെ? അടുത്ത നമ്മൾ ഈ ഇടത് ഭാഗത്തുള്ള ഏതാ ട്രയാങ്കിൾ? AOC സെലക്ട് ചെയ്യുന്നു കേട്ടോ. ഏതാണ്? AOC. ഇനി മിസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ശ്രദ്ധിക്കുക. ത്രികോണം AOCയിൽ ഏതൊക്കെ സൈഡാണ് ഈക്വൽ പറ? AOCയിൽ നമുക്കറിയാം OCയും OBയും അല്ലേ. അല്ലെങ്കിൽ CO ഈക്വൽ ടു AO എന്ന് പറയാം. കാരണം ഇത് രണ്ടും ആരങ്ങളല്ലേ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? CO ഈക്വൽ ടു AO. ബ്രാക്കറ്റിൽ എഴുതുക. റേഡിയസുകളാണ്, ആരങ്ങളാണ്. ആരങ്ങൾക്ക് ഒരേ നീളമാണ്. അപ്പോൾ ഈ ത്രികോണം എന്തായി? ഐസോസെലസ് ട്രയാങ്കിൾ ആയില്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണം എത്ര വരും? നിങ്ങൾ നോക്ക്. ഇത് മൊത്തത്തിൽ 180 വരണം അല്ലേ. ഇവിടെ 110 എന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര വരണം? 180 നിന്ന് 110 കുറച്ച് നോക്കുക. 70 ഡിഗ്രി വരണം. ഈ രണ്ട് ചെറിയ ആംഗിളൂടെ 70 വരണം. അപ്പോൾ ഓരോന്നും എത്ര വീതം ഉണ്ടാവും? 35 ഡിഗ്രി വീതം ഉണ്ടാവില്ലേ. ശരിയല്ലേ? നേരത്തെ പറഞ്ഞ സെയിം സാധനം. അതുകൊണ്ടാട്ടോ പെട്ടെന്ന് പറയുന്നത് മിസ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് ഈ ത്രികോണം എന്താന്ന് പറയാം? ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. മൂന്നും അങ്ങനെ തന്നെ വരും അല്ലേ. ഐസോസെലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണങ്ങളാണ്. അപ്പോൾ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഈ ആംഗിളിൻ്റെ പേരെന്താണെന്നൊന്ന് പറഞ്ഞേ. ഈ ആംഗിളിൻ്റെ പേരെന്ത് പറയാം? ACO എന്ന് പറയാം. ഈ ചെറുതിൻ്റെ എന്ത് പറയാം? CAO എന്നും പറയാം. പ്രശ്നമുണ്ടോ? എങ്ങനെ വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ OCAയും OACയും
പിന്നെന്താ ഓയിൽ നിന്ന് തുടങ്ങി സിയിലെത്തി എയിലേക്ക് പോയില്ല, അപ്പോൾ ഈ കുഞ്ഞ് ആംഗിൾ ഉണ്ടാവും. അതേപോലെ ഓയിൽ നിന്ന് എയിൽ പോയിട്ട് സിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഈ ചെറിയ ആംഗിളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഒ എ സി. ഇത് രണ്ടും കൂടി എത്രയാണ് ഉണ്ടാവുക? 180 നിന്ന് എത്ര കുറച്ചാൽ മതി? അവിടെയുള്ള 110 ഡിഗ്രി കുറച്ചാൽ മതി, ശരിയല്ലേ? അപ്പോൾ എത്ര വരും? 70 ഡിഗ്രിന്ന് വരും. അപ്പോൾ ഓരോന്നും എത്ര വീതം വരും? ഒ എ സിയും ഒ സി എയും രണ്ടും തുല്യമാണ്. എല്ലാവർക്കും ഡൗട്ടില്ലല്ലോ. കാരണം എന്താ? ഐസോസെലസ് ട്രയാങ്കിൾ ആണ് അല്ലേ? സമപാർശ്വ ത്രികോണത്തിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 70ൻ്റെ പകുതി ഓരോന്ന് എത്ര വരും? 35 വീതം ഈ രണ്ടെണ്ണം വരും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും കിട്ടി, 35 കിട്ടി. ഇവിടെ 35, ഇവിടെ 35. അതേപോലെ നോക്ക്, ഈ മൂന്നാമത്തെ ട്രയാങ്കിൾ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒ സിയും ഒ ബിയും ഈക്വൽ ആണ് അല്ലേ? കാരണം ഇത് രണ്ടും ആരങ്ങളാണ്. അപ്പോൾ ഈ ഒ സി ബി എന്ന് പറയുന്ന ഈ ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കുഞ്ഞി ആംഗിളും സെയിം ആയിരിക്കും. ഇവിടെ വലുത് 120 ഉണ്ട്. അപ്പോൾ 180 നിന്ന് 120 കുറച്ച് 60 എന്ന് വരും. അപ്പോൾ ഈ ചെറുത് എത്ര വീതം ഉണ്ടാവും? 30. എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ചെറുത് 30 വീതം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൂന്നാമത് എടുക്കുന്ന ത്രികോണം ഏതാ? ഒ ബി സി അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ വേണേൽ BOC എന്ന് എഴുതാം അല്ലേ? എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. BOC ഇങ്ങനെ പേര് കൊടുക്കാം അല്ലേ? ഈ ഇടത് ഭാഗത്തുള്ള ത്രികോണത്തിൽ. അപ്പോൾ ത്രികോണം BOCയിൽ ഏതൊക്കെയാ തുല്യം? ഏതൊക്കെയാ സൈഡ് ഈക്വൽ? BOയും COയും തുല്യം. അത് രണ്ടും ആരങ്ങളല്ലേ അല്ലേ? റേഡിയസുകളാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? BO = CO. കാരണം ആരങ്ങളാണ്. അപ്പോൾ എന്താണ്? ആരങ്ങൾക്ക് ഒരേ നീളമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ത്രികോണം BOC സമപാർശ്വമാണ്. ഇംഗ്ലീഷുകാർ ഐസോസെലസ് എന്ന് എഴുതുക കേട്ടോ. സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഈ രണ്ട് കോണുകളും സെയിം ആയിരിക്കും അല്ലേ? ഈ കോണിൻ്റെ പേരെന്താ വരിക? പറ. OCBയും OBCയും, ശരിയല്ലേ? ഓയിൽ നിന്ന് തുടങ്ങി സിയിലേക്ക് പോയി ബി, മറ്റേത് OBC. OCBയും OBCയും. therefore OCB പ്ലസ് കോൺ, പിന്നെ ഏതായിരുന്നു രണ്ടാമത് പറഞ്ഞത്? OCBയും OBCയും അല്ലേ? OBCയും എത്ര വരും? 180 നിന്ന് ആ വലിയ കോണ് കുറച്ചാൽ മതി, 120. അപ്പം 60 എന്ന് വരും. അപ്പോൾ ഓരോന്ന് എത്ര വരും? 30 വരും. ശരിയാണല്ലോ? പ്രശ്നമുണ്ടോ? therefore ആംഗിൾ OCB രണ്ടും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഈക്വൽ എന്ന് എഴുതാം. അതായത് രണ്ടും കൂടെ 60 ആണെങ്കിൽ ഒന്ന് എത്ര വീതം വരും? 30 ഡിഗ്രി വരും. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ ട്രയാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലേ, ഇങ്ങനെയുള്ള ട്രയാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആംഗിളാണ് 120 അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടിയാണ് 180 വരിക. അങ്ങനെയാണ് ഓരോന്നും കുറയ്ക്കുന്നത് കേട്ടോ. വലിയ ആംഗിൾസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്ക്, എല്ലാ ആംഗിളും കിട്ടിയില്ലേ? ഇവിടെ 30. നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഈ പച്ച ട്രയാങ്കിളിലെ വലിയ ആംഗിൾസ് എത്രയാണെന്നല്ലേ? അതായത് ഈ ആംഗിൾ A എത്രയാണ് വരിക? നിങ്ങൾ നോക്ക്, ഇവിടെ ഒരു 25 ഉണ്ട്, ഇവിടെ ഏതും ഉണ്ട്? 35 ഉണ്ട്. അപ്പോൾ 25ഉം 35 കൂടി കൂട്ടിയാൽ ഈ വലിയ ആംഗിൾ വരും. അതേപോലെ ഇവിടെ 25ഉം 30 കൂടി കൂട്ടുക. ഇവിടെയോ 30ഉം 35ഉം കൂട്ടുക, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻ ഗ്രീൻ ട്രയാങ്കിൾ അല്ലേ? പച്ച ത്രികോണത്തിൽ കോൺ A = കോൺ A കിട്ടാൻ എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് അവിടെ വരുന്നത്? 25ഉം 35ഉം അല്ലേ? 25 + 35 സമയം എത്ര വരും? 60 ഡിഗ്രി എന്ന് വരും അല്ലേ? അതേപോലെ കോൺ B എത്രയാണ്? ഏതൊക്കെയാണ് വരുന്നത്? നോക്ക്, B എന്ന് പറയുന്നത് ഇത്. അവിടെ 25ഉം ഉണ്ട് 30ഉം ഉണ്ട്, ശരിയല്ലേ? സോറി, കോൺ B എന്ന് പറയുമ്പോൾ 25ഉം 30ഉം വരുന്നുണ്ട്, 55 വരും അല്ലേ? 25 + 30 എത്ര വരും? 55 ഡിഗ്രി എന്ന് വരും. അതേപോലെ കോൺ C എന്ന് പറയുന്നത് എത്ര വരും? ബാക്കിയുള്ളത് 35ഉം ആ ചെറിയ രണ്ടെണ്ണം കൂട്ടിയാൽ മതി, ശരിയല്ലേ? 65 ഡിഗ്രി എന്ന് വരും. അപ്പം 3 എണ്ണം നമുക്ക് കിട്ടിയല്ലോ. ഈ ചെറിയ ത്രികോണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെറുത് കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റ് ഈ 2 സെറ്റ് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ വലുത് കിട്ടും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഐസോസെലസ് ട്രയാങ്കിൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ചോദ്യങ്ങളായിട്ട് കാണാം കേട്ടോ.